ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി 7-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. PSC എക്സാമുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള SCERT സിലബസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കുവാൻ വേണ്ടി ടാലന്റിന്റെ അറിവിടം SCERT ബുക്കുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ ബുക്കുകൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. സയൻസും ഉണ്ട്, അതേപോലെ സോഷ്യൽ സയൻസും ഉണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ബുക്കുകൾ സ്വന്തമാക്കുക. ഇനി PSC എക്സാമുകളിൽ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ എഡിഷൻ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ബുക്കുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഉടൻ തന്നെ പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. 2026 ജനുവരിയിൽ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരെന്നാണ് നോക്കുന്നത്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ആണ്. ആരാണ്? മുഹമ്മദ് മുഷ്താഖ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. ഏത് സംസ്ഥാനത്തെയാണെന്ന് ഓർത്തു വെക്കുക. ഏത് ഹൈക്കോടതിയാണ്? സിക്കിം ഹൈക്കോടതി ജഡ്ജിയായിട്ടാണ്, ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്യാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. അദ്ദേഹം എന്താണ്? കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന വ്യക്തിയാണ്. എന്താണ്? കേരള ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന ഒരു വ്യക്തിയാണ്. ആരാണ്? മുഹമ്മദ് മുഷ്താഖ്. അപ്പോൾ അദ്ദേഹം എന്താണ്? ഇപ്പോൾ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിൻമെന്റ് ആവുകയാണ്. ഇനി കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് നമ്മൾ ചർച്ച ചെയ്തതാണ്, റീസെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ആരാണെന്ന് ഓർത്തു വെക്കുക. സൗമൻ സെൻ ആണ്. ആരാണ്? സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതി എന്താണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനാവുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് സിക്കിം ഹൈക്കോടതിയുടെയാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക. മുഹമ്മദ് മുഷ്താഖ് ആണ്. ഇനി ഒരു അവാർഡാണ് നമ്മൾ നോക്കുന്നത്. ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനാണ്. എന്താണ്? വിഴിഞ്ഞം തുറമുഖത്തിനാണ് ഈ ഒരു പുരസ്കാരം, ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എന്ത് അവാർഡാണെന്ന് ഓർത്തു വെക്കാം. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിലെ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡാണ് നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവാർഡ് നേടിയ തുറമുഖം ഏതാണെന്ന് ഓർത്തു വെക്കുക. വിഴിഞ്ഞം തുറമുഖത്തിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. ഏത് അവാർഡാണെന്ന് നമ്മൾ പറഞ്ഞു. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിലാണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡാണ് നേടിയിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖമാണ് ഈ ഒരു അവാർഡ് നേടിയത്. ഇനി ഒരു അവാർഡ് ഏർപ്പെടുത്തിയത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രൊജക്ട് ആൻഡ് പ്രോഗ്രാം മാനേജ്മെന്റും അതേപോലെ സെന്റർ ഓഫ് എക്സലൻസ് ഇൻ പ്രൊജക്ട് മാനേജ്മെന്റും ചേർന്നിട്ട് സംയുക്തമായിട്ടാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അവാർഡ് ലഭിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിനാണ്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയെന്നാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്കറിയാം ഓരോ വർഷവും എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. ഈ വർഷം മാത്രമല്ല, 2026 മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ എക്സാമുകളിലും ചോദിക്കാൻ വേണ്ടിയിട്ട് വളരെ സാധ്യത കൂടിയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, 2026 റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയെന്നാണ്. നമുക്ക് നോക്കാം. ഉർസല വോൺ ഡർ ലെയനും അതേപോലെ ആന്റോണിയോ കോസ്റ്റയുമാണ് എന്താണ് 2026 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥികളായിട്ട് എത്തുന്നത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെ നമുക്ക് അറിയാവുന്നതാണ്, അപ്പോയിൻമെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഉർസല വോൺ ഡർ ലെയൻ. അപ്പോൾ അദ്ദേഹം ആരാണെന്ന് ഓർത്തു വെക്കുക. എന്താണെന്ന് നമുക്കറിയാം. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആണ് അല്ലെ. അപ്പോൾ എന്താണ്? യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആണ്. ആരാണ്? ഉർസല എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ആന്റോണിയോ കോസ്റ്റ, അദ്ദേഹം ആരാണ്? അതും നമുക്കറിയാവുന്നതാണ്. യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. അപ്പോൾ ഒരാൾ എന്താണ്? യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണെങ്കിൽ അടുത്ത വ്യക്തി ആരാണ്? യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. ഇത് കമ്മീഷൻ, യൂറോപ്യൻ കമ്മീഷന്റെയും അതേപോലെ യൂറോപ്യൻ കൗൺസിലിന്റെയും പ്രസിഡന്റുമാരാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഉർസലയാണ് എന്താണ്? യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ്. അതേപോലെ ആന്റോണിയോ കോസ്റ്റ എന്താണ്? യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ്. അപ്പോൾ രണ്ട് അപ്പോയിൻമെന്റ് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഈ രണ്ട് വ്യക്തികളാണ് ഇനി വരുന്ന, അതായത് 2026 ജനുവരി 26 എന്താ റിപ്പബ്ലിക് ദിനത്തിന്റെ നമ്മുടെ മുഖ്യ അതിഥികളായിട്ട് എത്തുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, രാജസ്ഥാനിലാണ് എന്താണ് പത്രവായന നിർബന്ധമാക്കിയിരിക്കുന്നത്. എവിടെയാണെന്ന് ഓർത്തു വെക്കുക. സർക്കാർ സ്കൂളുകളിലാണ്. എല്ലാ സർക്കാർ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾ എന്താണ് ഈ ഒരു പത്രവായന നിർബന്ധമാക്കണം എന്നുള്ള വ്യവസ്ഥയാണ് വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളിൽ എന്താണ് ഈ ഒരു വായനാശീലവും അതേപോലെ പത്രവായന, അതിലൂടെ എന്താണ് സമകാലിക വിഷയങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിലെ ഒരു നിബന്ധന അല്ലെങ്കിൽ വ്യവസ്ഥ വന്നിരിക്കുന്നത്. അപ്പോൾ സ്കൂളിലെ അസംബ്ലി ടൈമിൽ കുറച്ച് സമയം എന്താണ് ഈ ഒരു പത്രവായനയ്ക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏത് സംസ്ഥാനത്താണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. രാജസ്ഥാനിലാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്നാണ്. ഓർത്തു വെക്കുക, ഹരിയാനയിലാണ്. എവിടെയാണ്? ഹരിയാനയിലാണ്. എന്താണ് പ്രത്യേകത? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ
ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ആണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്താണ്? ഹൈഡ്രജൻ ഫ്യൂവൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തിക്കുന്ന ഒരു ട്രെയിനാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. എവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? ഹരിയാനയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ ആകുമ്പോഴത്തേക്കും അത് ഫ്യൂവലായിട്ട് വരുമ്പോഴത്തേക്കും എന്താണ്? കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങി അല്ലെങ്കിൽ പ്രകൃതിക്ക് ഹാനികരമാകാത്ത രീതിയിലുള്ള പ്രവർത്തനമായിരിക്കുമെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ സജ്ജമാവുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രെയിൻ ആണ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഹരിയാനയിലെ ജിന്ദിൽ നിന്നും ഓർത്തു വെക്കുക. ഹരിയാനയിലെ ജിന്ദിൽ നിന്നും എങ്ങോട്ടേക്കാണെന്ന് ഓർത്തു വെക്കുക? സോനിപത്തിലേക്കാണ് ആദ്യ യാത്ര ഒരുങ്ങുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക എവിടെയാണ് ഈ ഒരു ട്രെയിൻ സജ്ജമാവുന്നത്? ഹരിയാനയിലാണ് ആദ്യത്തെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ആണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. കർണാടകയിൽ ആദ്യമായിട്ട് സാൻഡൽവുഡ് ലെപ്പാർഡിനെ കണ്ടെത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? കർണാടകയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ലെപ്പാർഡിനെ അല്ലെങ്കിൽ എന്താണ് പുള്ളിപ്പുലിയെ കണ്ടെത്തുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. ഈ ഒരു മൃഗത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? സാൻഡൽവുഡ് ലെപ്പാർഡാണ്. അതിന്റെ നിറത്തെ ആസ്പദമാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു പേര് വന്നിരിക്കുന്നത്. എന്താണ്? സാൻഡൽവുഡ് ലെപ്പാർഡിനെയാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. കർണാടകയിൽ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു മൃഗത്തെ സ്പോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. സാധാരണ രാജസ്ഥാനിലും മറ്റുമാണ് ഈ ഒരു മൃഗത്തെ കാണാറുള്ളത്. എന്നാൽ എന്താണ്? കർണാടകയിൽ ആദ്യമായിട്ട് ഈ ഒരു മൃഗത്തെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു റേഡിയോ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. റേഡിയോ സംഘം എന്നുള്ള ഒരു റേഡിയോയാണ്. എന്താണ് പ്രത്യേകത? ഇന്ത്യൻ സൈന്യം സ്ഥാപിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനാണിത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. ഇതെന്താണ്? അതിർത്തി പ്രദേശത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സൈന്യം സ്ഥാപിച്ചത്. അപ്പോൾ അവിടെയുള്ള നിവാസികൾക്ക് എന്താണ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ, അതായത് ഈ ഒരു ഇന്ത്യൻ സൈന്യത്തിന്റെ വാർത്തകളൊക്കെ എന്താണ് കറക്റ്റായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് തെറ്റായിട്ടുള്ള വാർത്തകൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ടും ഈ ഒരു റേഡിയോ സജ്ജീകരിച്ചിരിക്കുന്നത്. റേഡിയോയുടെ പേര് എന്താണെന്ന് ഓർത്ത് വെക്കുക. റേഡിയോ സംഘം 88.8 FM എന്നുള്ള ഒരു റേഡിയോ ആണ് സ്ഥാപിച്ചിട്ടുള്ളത്. തെറ്റായ വിവരങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിനും അതേപോലെ തന്നെ അവിടെയുള്ള നിവാസികളുമായിട്ട് ഒരു ബന്ധം പുലർത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിയന്ത്രണ രേഖയിലായിട്ട് സ്ഥാപിതമാവുന്ന ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ കൂടിയാണ് ഇത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഓർത്തു വെക്കുക ആരാണ് റേഡിയോ സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യൻ സൈന്യമാണ് ഈ ഒരു റേഡിയോ സ്ഥാപിച്ചത്. ഇനി UAE-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ പ്രായപൂർത്തി ആകുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ച രാജ്യം ഏതെന്നാണ്? ഓർത്തു വെക്കുക UAE-യിലാണ് പ്രായം, അതായത് പ്രായപൂർത്തി പ്രായം എന്നാണ് കുറച്ചിരിക്കുന്നത്. നേരത്തെ അത് 21 ചാന്ദ്ര വർഷങ്ങളായിരുന്നു. ഓർത്തു വെക്കുക 21 ചാന്ദ്ര വർഷങ്ങളായിരുന്നു നേരത്തെ അവിടെ ഈ ഒരു പ്രായപൂർത്തിയാകുന്നതിനുള്ള പ്രായമായിട്ട് കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ അതെന്താണ്? 18 ഗ്രിഗോറിയൻ വർഷമായിട്ട് കുറച്ചിരിക്കുകയാണ്. എന്താണ്? 18 ഗ്രിഗോറിയൻ വർഷമായിട്ട് കുറച്ചിരിക്കുകയാണ്. ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക UAE ആണ്. അവിടെ വന്നിട്ടുള്ള ഒരു നിയമ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല അവിടെയുള്ള വ്യക്തികളുടെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രായവും എന്താണ്? 18 കുറച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഭേദഗതിയിലൂടെ ഈ ഒരു നിയമമാറ്റം വന്നത് ഏത് രാജ്യത്താണെന്ന് ഓർത്തു വെക്കുക? UAE-യിലാണ്. അടുത്തത് ഒരു പാമ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത് മിസോറാമിൽ നിന്നാണ്. എവിടെയാണ്? ഏത് സംസ്ഥാനത്ത് നിന്നാണെന്ന് ഓർത്തു വെക്കുക. മിസോറാമിൽ നിന്നാണ് ഈ ഒരു പാമ്പിനെ കണ്ടെത്തിയിരിക്കുന്നത്. പാമ്പിന്റെ പേര് ഇതാണ്, കലാമരിയ. എന്താണ്? കലാമരിയ മിസോറാമെൻസിസ് എന്നുള്ളതാണ് ഈ ഒരു പാമ്പിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ പാമ്പിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മിസോറാമിൽ നിന്നാണ് ഈ ഒരു പാമ്പിനെ കണ്ടെത്തിയിട്ടുള്ളത്. പാമ്പിന്റെ പേര് എന്താണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. കലാമരിയ മിസോറാമെൻസിസ് എന്നാണ് പാമ്പിന് നൽകിയിരിക്കുന്ന പേര്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 2026 ജനുവരിയിൽ കോസ്മോസ് കൈമെഡ് സെക്കൻഡ് ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ്? ഓർത്തു വെക്കാം ഇറ്റലിയാണ് ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചിരിക്കുന്നത്. എന്താണെന്ന് ഓർത്തു വെക്കുക. കോസ്മോസ് കൈമെഡ് സെക്കൻഡ് ഉപഗ്രഹമാണ്, സെക്കൻഡ് ജനറേഷൻ ഉപഗ്രഹമാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു വിക്ഷേപണം നടന്നത് ഫാൽക്കൺ 9 എന്നുള്ള റോക്കറ്റിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. എന്താണ്? ഫാൽക്കൺ 9ലൂടെയാണ് ഈ ഒരു ഉപഗ്രഹ വിക്ഷേപണം നടന്നിട്ടുള്ളത്. ഏത് രാജ്യമാണ് വിക്ഷേപിച്ചത്? അത് ഇറ്റലിയാണ് വിക്ഷേപിച്ചിരിക്കുന്നത്. അത് SpaceXന്റെ ഫാൽക്കൺ 9ലൂടെയാണ് വിക്ഷേപിച്ചത്. അടുത്തത് ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദി എവിടെയെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കാം ദാദ്ര ആൻഡ് നഗർ ഹവേലി ഡാം ആൻഡ് ദിയുവിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ മാസമാണ് ഈ ഒരു ഗെയിംസ് നടക്കുന്നത്. എന്താണ്? ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ആണ് നടക്കുന്നത്. 2026 നടക്കുന്നത് രണ്ടാമത്തെ എഡിഷൻ ആണ് എന്നുള്ള കാര്യവും കൂടി ഓർത്തു വെക്കുക. അപ്പോൾ എവിടെ വെച്ചാണ് നടക്കുന്നത്? ദാദ്ര ആൻഡ് നഗർ ഹവേലി ഡാം ആൻഡ് ദിയുവിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഇനി ഇതിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു മത്സരത്തിന് നൽകിയിരിക്കുന്ന ഭാഗ്യചിഹ്നം ഏതാണ്? പേൾ ആണ്. പേൾ എന്നുള്ള ഒരു ഡോൾഫിൻ ആണ്. ഹാപ്പി
ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡോൾഫിൻ ആണ് എന്താണ് ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം. അപ്പോൾ ഈ ഒരു ഡോൾഫിന്റെ പേര് ഓർത്ത് വെക്കുക, എന്താണ് പേൾ എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഭാഗ്യചിഹ്നം ഇതാണ്. ഇനി വേദി എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു മത്സരത്തിന്റെ വേദി ദാദ്ര ആൻഡ് നഗർ ഹവേലി ദാമാൻ ദിയുവിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇനി വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LGS റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരൊറ്റ വോളിയത്തിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങി ഉടൻ തന്നെ പഠിച്ചു തുടങ്ങുക. മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ SCRT NCRT പാഠഭാഗങ്ങളും ഈ ഒരു റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തിനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് പ്രിലിംസും അതേപോലെ മെയിൻസും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ വേണ്ടി ടാലന്റ് അക്കാദമി 3 വോളിയങ്ങളായിട്ട് ഡിഗ്രി ലെവൽ റാങ്ക് ഫയലുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി വളരെ ഈസി ആയിട്ട് ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും മതി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2026 ജനുവരിയിൽ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് ആരാണ്? മുഹമ്മദ് മുഷ്താഖ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു. മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിൽ 2025 നാഷണൽ പ്രൊജക്ട് എക്സലൻസ് അവാർഡ് നേടിയത് ഏത് സ്ഥാപനമെന്നാണ് നോക്കിയത്. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്, ഈ ഒരു അവാർഡ് നേടിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് 2026 റിപ്പബ്ലിക് ദിനത്തിന് മുഖ്യ അതിഥികൾ ആരൊക്കെയെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഉർസുല വോണ്ടറും അതേപോലെ ആന്റോണിയോ കോസ്റ്റയുമാണ് 2026 എന്താണ് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥികളായിട്ട് എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതെന്നാണ്. രാജസ്ഥാനാണ്. അപ്പോൾ കുട്ടികളിൽ ഈ ഒരു വായനാശീലവും അതേപോലെ സമകാലിക വിഷയങ്ങളെ കുറിച്ചുള്ള അറിവും വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്നാണ്. ഹരിയാനയിലാണ് ഈ ഒരു ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് കർണാടകയിൽ ആദ്യമായിട്ട് സാൻഡൽവുഡ് ലെപ്പാർഡിനെ കണ്ടെത്തപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയായിരുന്നു. സാധാരണ രാജസ്ഥാനിലാണ് ഈ ഒരു മൃഗത്തെ കാണാറുള്ളത്, എന്നാൽ കർണാടകയിൽ ആദ്യമായിട്ട് ഈ ഒരു മൃഗത്തെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യൻ സൈന്യം സ്ഥാപിച്ച കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഏതെന്നാണ്. റേഡിയോ സംഘം എന്നുള്ള ഒരു സ്റ്റേഷനാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ അല്ലെങ്കിൽ അവിടെയുള്ള നിവാസികളെ, അതിർത്തി പ്രദേശത്താണ് സ്ഥാപിച്ചത്, അവിടെയുള്ള നിവാസികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരിൽ എന്താണ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു റേഡിയോ സ്ഥാപിതമായത്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് അടുത്തിടെ പ്രായപൂർത്തിയാകുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ച രാജ്യമേതെന്നാണ്. UAE ആണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രായവും എന്താണ് 18 ആക്കിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു പാമ്പുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. മിസോറാമിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തപ്പെട്ട ഒരു പാമ്പാണ്. പാമ്പിന്റെ പേര് ഓർത്തു വെക്കുക, കലാമരിയ മിസോറാമെൻസിസ് എന്നുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 2026 ജനുവരിയിൽ കോസ്മോസ് സ്കൈമെഡ് 2 ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതെന്നാണ്. ഇറ്റലിയാണ് വിക്ഷേപിച്ചത്. അപ്പോൾ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്നുള്ള റോക്കറ്റിലൂടെയാണ് വിക്ഷേപണം നടത്തിയത്. പിന്നീട് നമ്മൾ ഒരു വേദിയാണ് നോക്കിയത്. രണ്ടാമത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ വേദി നോക്കി. ദാദ്ര നഗർ ഹവേലി ദമാൻ ദിയു ആണ് വേദിയായി വരുന്നത്. മത്സരത്തിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഡോൾഫിൻ ആണ്. പേൾ എന്നുള്ള ഡോൾഫിൻ ആണ് ഭാഗ്യചിഹ്നം. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ആരെന്നാണ്. ഓപ്ഷൻ എ KR മീര, ഓപ്ഷൻ ബി സാറ ജോസഫ്, ഓപ്ഷൻ സി അരുന്ധതി റോയ്, ഓപ്ഷൻ ഡി രാജശ്രീ. അടുത്ത ചോദ്യം ഇതാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏതെന്നാണ്. ഓപ്ഷൻ എ തിരുവനന്തപുരം, ഓപ്ഷൻ ബി എറണാകുളം, ഓപ്ഷൻ സി കൊല്ലം, ഓപ്ഷൻ ഡി പാലക്കാട്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.